സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവരാകുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ അങ്ങ് അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങേയ്ക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധമന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായുള്ളവേ, അനുഗ്രഹീതമായ വിശുദ്ധ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തിരുവാലയത്തിൽ അമർന്നുകൊണ്ടും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നാഥ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നതിനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടെയായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠങ്ങളിൽ ഞങ്ങളെ സമർപ്പണം ചെയ്യുന്നതിനും ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ദൈവനാമമഹത്വത്തിനായി വിനിയോഗിക്കാൻ കൃപ പകരുകയും ചെയ്യണമേ. നാഥ, ഞങ്ങൾ തിരുസഞ്ചലമർന്നിരിക്കുന്ന സമയം അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയപ്പെട്ട് നന്ദിയോടുകൂടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ കൃപ പകരണമേ. ആരാധനയുടെ നീളം അങ്ങയുടെ ദിവ്യമായുള്ള സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നതിനും അവിടുത്തെ കൃപാകടാക്ഷം ഞങ്ങൾ അനുഭവിക്കുന്നതിനും കൃപ പകരണമെന്ന് അപേക്ഷിക്കുമ്പോൾ ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുമാറാകണമേ. ദൈവനാമ സ്തുതിക്കും മഹിമയ്ക്കുമായി 7-ാം ഗീതം നമുക്ക് ആരംഭിക്കാം. 7-ാം ഗീതം. ആരാധനക്രമം 3-ാം പുറം, സ്തുതി ലിത്താനി 1-ാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം. അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവൻ.
വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. നമുക്ക് വിട്ടുകുത്തി പ്രാർത്ഥിക്കാം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ഇളവുറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്ധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 9-ാം പുറത്തുള്ള പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപഹൃദയങ്ങളോട് അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങളങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരിൽ വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. ദൈവം ചെയ്ത നന്മകൾക്കായും നൽകിയ പാപക്ഷമയ്ക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം. 14-ാം പുറത്തുള്ള സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അർഗിദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും
ആർദ്രതയ്ക്കായും ഞങ്ങളങ്ങയ്ക്ക് മഹാവിനയവും മനഃപൂർവമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകൾക്കൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് വന്ന 125-ാം ഗീതം ആരംഭിക്കാം. 125-ാം ഗീതം. സങ്കീർത്തനം 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യം ഒരു വാക്യമായി വായിക്കാം. 119-ാം സങ്കീർത്തനം 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവ്വസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെക്കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. നിന്റെ ന്യായപ്രമാണം എനിക്കെത്രയോ പ്രിയം.
ഇടപെടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. എൻ്റെ മുൻപാകെ എൻ്റെ ദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയെങ്കിലും അതിനെ സേവിക്കുകയെങ്കിലും അരുത്. നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലവൊക്കെയും ചെയ്യുക. എന്നാൽ ശബത്ത് ശുദ്ധീകരിപ്പാൻ ഓർക്ക. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയും, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയും, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുമുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്ക. ഇസ്രായേലേ, കേൾക്ക. യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും
നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവം ആകുന്നു. നിങ്ങൾ മിസ്സായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 4:7 മുതൽ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാധിസ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ. മത്തായി 7:24 മുതൽ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരൻ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് സ്വീകരിച്ച് ചൊല്ലാം.
22 സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുഴങ്കാലുകളിൽ മടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നന്നായി അറിയുന്ന ദൈവം നമ്മെ വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഓരോ നിമിഷവും നാം നനയ്ക്കാത്ത വഴികളിൽ കൂടെ ദൈവം നമ്മെ അതിശയകരമായി നടത്തുന്നു. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ സധൈര്യം മുന്നേറുവാൻ ദൈവം നൽകുന്ന കൃപകൾക്കായി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടും പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതിന് ദൈവകൃപ അന്വേഷിച്ചുകൊണ്ടും നാഥ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ വിശുദ്ധ പ്രഭാതത്തിൽ നാഥ ഞങ്ങൾ തിരുവാലയത്തിലും ഞങ്ങളുടെ ഭവനങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടെ ഒരുമിച്ച് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരും പരസ്പരം അറിയുന്നില്ല. അങ്ങ് സകലരെയും അറിയുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർണല കർത്താവേ, പ്രിയമക്കൾ തങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ സന്നിധിയിൽ പകരുമ്പോൾ അവിടുത്തെ കൃപാകടാക്ഷം എൻ്റെ മക്കൾക്കോടെ നൽകി അനുഗ്രഹിക്കുകയും പ്രിയമക്കൾ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കേൾക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ധൈര്യപൂർവ്വം ദേശത്ത് പാർക്കേണ്ടതിനാവശ്യമായ കൃപാകടാക്ഷം ഞങ്ങളുടെ മക്കൾക്കവിടുന്ന് പകരണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ആലയത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ദേശത്ത് അവിടുന്ന് നൽകിയിരിക്കുന്ന കൊച്ചുമക്കൾക്ക് വേണ്ടി അങ്ങയുടെ അപേക്ഷിക്കുന്നു. കർത്താവെ, പൈതങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങ് നല്ലവനായി കൂടെയിരിക്കുകയും ദൈവമഹത്വം ദർശിക്കുവാൻ അങ്ങയുടെ കൃപ പകരുകയും ചെയ്യണമേ. ബാല്യാരിഷ്ടതകൾ, രോഗദുരിതാദികളിൽ നിന്നെല്ലാം കാത്ത് ദൈവിക പരിജ്ഞാനത്തിൽ വളർന്ന് പിതാവിന് സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ പൈതങ്ങളുടെ മേലവിടുത്തെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് നൽകിയിരിക്കുന്ന നന്മകൾക്കായി സ്തുതിക്കുന്നു. തങ്ങളുടെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്ത് ജീവിക്കുവാൻ ആവശ്യമായ കൃപ അവിടുന്ന് പകരണമേ. ദേവാലയത്തിലെ ശുശ്രൂഷകളിലും പ്രിയമക്കൾ നൽകുന്ന പങ്കാളിത്തത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ദൈവിക പ്രസാദം അനുഭവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പ്രിയമക്കൾക്ക് കൃപ പകരണമേ. വാർദ്ധക്യത്തിലെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായുള്ള ക്ഷീണവും ഭാരവും ഏറുന്ന സമയങ്ങളിലും അരുമനാഥൻ കൂടെയുണ്ടെന്ന് ധൈര്യമായി ജീവിക്കുവാൻ പ്രിയമക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനും ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ അടിയങ്ങൾ സുരക്ഷിതരായിരിക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ പ്രിയമാതാപിതാക്കൾക്കും അങ്ങയുടെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഠിനമായി അധ്വാനം ചെയ്ത് ഉപജീവനം ചെയ്യുന്ന ഞങ്ങളുടെ ആലയത്തിലെ സഹോദരങ്ങൾ
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയദാസന്റെ എല്ലാ പ്രയത്നങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ദൈവിക സമാധാനത്തിൽ നിലനിൽക്കുവാൻ നാഥ അവിടുന്ന് ശക്തി പകരുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവ്, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഈ വിധമായ നന്മകൾ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ പിതാവെ അവിടുത്തെ സന്നിധിയിൽ വിനയമുള്ളവരായി ജീവിക്കുന്നതിനും അവിടുന്ന് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കടമകളും സന്തോഷത്തോടുകൂടെ നിറവേറ്റുന്നതിനും നിങ്ങളുടെ കൃപ പകരണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ ആലയത്തിൻ്റെ പണികൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു. എത്രത്തോളം മനോഹരമായി അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ. ഇനിയും കർത്താവെ, നടക്കേണ്ടുന്ന പണികൾ, നടന്നുകൊണ്ടിരിക്കുന്ന പണികൾ ഏറ്റവും ഭംഗിയായി ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് പകരണമേ. അങ്ങയുടെ ആത്മാവിനാൽ നിന്റെ ദാസരെ നിറച്ച് പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ ധൈര്യമായി അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സാഹചര്യങ്ങളിൽ അധ്വാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നാഥ, ഓരോരുത്തരെയും ആളാളാമൃതയോട് അനുഗ്രഹിച്ച് നടത്തണമേ. ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ സംഘടനകൾക്ക് വേണ്ടിയും ഭാരവാഹികൾക്ക് വേണ്ടിയും വ്യത്യസ്ത ആരാധനകൾക്ക് വേണ്ടിയും നാഥ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാരവാഹികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യവും സാഹചര്യങ്ങളും ഉപയോഗിച്ച് നാഥ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുവാൻ ആവശ്യമായ കൃപാകടാക്ഷം അങ്ങ് പകരുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവെ, ഞങ്ങളുടെ മഹായിടവുകയും അഭിവന്യ ബിഷപ്പ് തിരുമേനിയെയും ദക്ഷിണേന്ത്യാ സഭയെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യമുള്ള ജീവിതം നയിക്കേണ്ടതിന് അവിടുത്തെ ആത്മാവിനാൽ നാഥ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് താങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകാനിടവരാതെ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. കർത്താവെ, മഹാമാരിയാൽ വലഞ്ഞിരിക്കുന്ന ദേശത്തിന് സൗഖ്യം പ്രാപിക്കേണ്ടതിന് ആതുര ശുശ്രൂഷ പ്രവർത്തകരെയും നിയമ നിർമ്മാതാക്കളെയും ഭരണശിരാകേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്ന പ്രിയ മക്കളെയും ഒരുപോലെ അവിടെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവെ, ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗദുരിതാദികളിൽ നിന്നെല്ലാം എൻ്റെ മക്കളെ കാത്ത് സന്തോഷത്തോടും ഉത്സാഹത്തോടും നാഥാദേശത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രവർത്തിക്കുവാൻ എൻ്റെ മക്കളെല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവെ, ഇന്ന് അടിയങ്ങൾക്ക് നൽകുന്ന വചനത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. വചനവുമായി നിൽക്കുന്ന അങ്ങയുടെ ദാസന് അവിടുന്ന് കുരിശിൽ മറയ്ക്കണമേ. മാനുഷികമായ ശബ്ദമല്ല, സ്വർഗീയ ശബ്ദം ഞങ്ങൾ ശ്രമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ മടങ്ങുവാൻ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ശേഷസമയം അവിടുന്ന് കൂടിയിരിക്കണമേ. സകലമാനും മഹത്വമങ്ങ് സ്വീകരിക്കണമേ. രക്ഷിതാവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ പ്രശ്നങ്ങളിൽ നിന്ന് വിധിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതല്ലോ. ഈ സമയം നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നതാണ്. ഗായക സംഘം ഒരു ഗാനം ഈ സമയത്ത് ആരംഭിക്കും.
അർപ്പിച്ചിരിക്കുന്ന അർപ്പണങ്ങളെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേക നേർച്ചകൾ, വഴിപാടുകൾ അർപ്പിച്ചവരുടെ പേര് വിവരങ്ങൾ വായിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കമലം മാതാവ് ടി.എ. ഭവൻ പുത്തമ്പാലം, രാജൻ രാഖി ഭവൻ, ജെയ്സൺ എസ്.എച്ച്. കരുണ, നിശാന്ത് എസ്.ആർ. ദീപ്തി എസ്.എച്ച്., ജോയൽ എൻ.ഡി. കരുണ, വിജിഷ എസ്.വി. വിജി ഭവൻ പത്താങ്കല്ല്, രഞ്ജിനി ആർ.എസ്. നിവാസ്, സത്യദാസ് റാണി സത്യദാസ്, അനുമോൾ കുന്നത്ത്, സണ്ണി ഗ്രേസ് ഭവൻ, സെൽവരാജ് മഞ്ജു നിവാസ്, ഷാൻ ആൻഡ് ഷീബ, അനിക്കുട്ടൻ, സി.കെ. വിക്ടർ, ജയകുമാരി, യബനീസർ ക്രൈസ്റ്റ് വിഹാർ, രാജൻ രാഖി ഭവൻ, ക്രിസ്തുദാസ് ഷീജ ഭവൻ. ജന്മനാൾ സ്തോത്രം അർപ്പിച്ചവർ: ജിജി ഗുഡ് ഷെപ്പേർഡ് വാണ്ട, രേഖ രാഖി ഭവൻ, ഷിജു സി.എൽ. ഷീജ ഭവൻ. മാസവരി സ്തോത്രം അർപ്പിച്ചവരെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സി.കെ. വിക്ടർ, ജയകുമാരി, ഡാനിയേൽ ഡേവിഡ്, ഡൈറ്റസ്, ക്രിസ്തുദാസ് ഷീജ ഭവൻ. അതുപോലെ പള്ളിപ്പണിക്ക് വേണ്ടി അർപ്പിച്ചവർ: പ്രിയപ്പെട്ട ഹേമജ്യോതി എസ്.എൽ. കരുണ, പ്രിയപ്പെട്ട സത്യദാസ് ട്രിനിറ്റി, പ്രിയപ്പെട്ട തങ്കരാജ് രാജമ്മ ദമ്പതികൾ, രാജൻ രാഖി ഭവൻ, ബോക്സ് കളക്ഷനിലൂടെ 760 രൂപ. അതുപോലെ തന്നെ വെൽഫെയർ ഫണ്ടിന് വേണ്ടി സംഭാവന ചെയ്തവർ: എൽ.ഐ. ഗ്ലോറിയ 2000 രൂപ, സണ്ണി ഗ്രേസ് ഭവൻ 500 രൂപ. അങ്ങനെ 2500 രൂപ വരവ്. മിഷണറി കാണിക്കയായി സംഭാവന ചെയ്തവർ: പ്രിയപ്പെട്ട യബനീസർ ക്രൈസ്റ്റ് വികാർ 500. എല്ലാവിധമായ നേർച്ചകളെയും വഴിപാടുകളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ദേവാലയത്തിലെ നമ്മുടെ കൈകളൊക്കെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയും ശുദ്ധീകരണത്തോടുകൂടി ദേവാലയത്തിലേക്ക് വരുവാൻ വേണ്ടി വളരെ നല്ല മനോഭാവത്തോടുകൂടി ഈ ദേവാലയത്തെ സാനിറ്റൈസർ സംഭാവന ചെയ്ത രാജു വാഴവിളയെയും ഈ സമയം നന്ദിയോടെ നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സർവമന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, സർവമന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവനന്മയുടെയും അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ആരും വെറുങ്കയായി വരാതെ
ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്ര കാഴ്ച അർപ്പിക്കുവാനായി ദൈവം പ്രിയമക്കളെ ദൈവം സജ്ജമാക്കിയല്ലോ നാഥ. ഈ സ്ഥലത്തിൽ സ്തോത്ര വഴിപാട് അർപ്പിച്ചവരെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ച കാലം വരാവുന്ന ആപത്തുകളും അനർത്ഥവും ദൈവം വിടുവിച്ചല്ലോ നാഥ. ദൈവനാമഹത്വത്തിന് വേണ്ടി, ശുശ്രൂഷയുടെ ആത്മീയ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രിയമക്കൾക്ക് സ്തോത്ര കാണിക്ക അർപ്പിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ നാഥ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. മാസവരി സ്തോത്ര വഴിപാട് അർപ്പിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ താലത്തിൽ അർപ്പിച്ചവർ, ഞങ്ങൾ ഭവനങ്ങളിൽ പോയപ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചവർ, അങ്ങനെ ദൈവമേ എല്ലാ പ്രിയമക്കളെയും തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നുമക്കളെ ദൈവമേ, അങ്ങ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ ദേവാലയത്തിലെ ശുശ്രൂഷകൾ നിറപടിയായി നടത്തുവാൻ മാസം തോറും അർപ്പിക്കുന്ന പ്രിയമക്കളെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം കരയിക്കുന്നു. പ്രിയമക്കൾക്ക് ദൈവമേ ഇനിയും കുടുംബങ്ങൾക്ക് വേണ്ടി അധ്വാനിപ്പാൻ, സഭയ്ക്ക് വേണ്ടി, സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി സഹായിപ്പാൻ ദൈവം അവരുടെ ശരീരങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അതുപോലെ നേർച്ചകൾ അർപ്പിച്ച പ്രിയമക്കളുണ്ടപ്പ. കഷ്ടതകൾ വന്നു, ഭാരങ്ങൾ വന്നു, വേദനകൾ വന്നു, മുന്നോട്ട് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ദൈവസനിയിൽ കണ്ണുനീരോടുകൂടി ദൈവസനിയിൽ നേർച്ച അർപ്പിക്കുവാനായി അവർ ദൈവസനിയിൽ നേരുകയും ദൈവമേ ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവമേ പ്രിയമക്കൾക്ക് ആ നേർച്ചകൾ അർപ്പിക്കുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ച കാലഘട്ടം രോഗങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളെയും വിടുവിച്ചു. ദൈവസനിയിൽ ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസനിയിൽ നേർച്ച അർപ്പിച്ച പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ കുടുംബങ്ങളെ അങ്ങ് തൃക്കൻ പാർത്ത് അനുഗ്രഹിക്കണമെന്ന് ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അതാ. അതുപോലെ ഞങ്ങളുടെ സഭയുടെ പണിക്ക് വേണ്ടി, പള്ളിപ്പണിക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ദൈവമേ സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി അനേകവർ ദൈവമേ ഭാരപ്പെടുകയാണ് നാഥ. ദൈവമേ കൊറോണ വൈറസ് ബാധിതരായ അനേകവർ ഭാരപ്പെടുമ്പോൾ അതിനേക്കാൾ ഉപരി ഈ രോഗം എനിക്ക് വരുമോ, എൻ്റെ കുടുംബത്തിന് വരുമോ എന്ന് ഭാരപ്പെട്ട് വേദനയോട് പ്രയാസത്തോടായിരിക്കുന്ന അനേക അംഗങ്ങളുണ്ട് നാഥ. അവർ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിപ്പാനും ദൈവമേ ദൈവസനയിൽ ദൈവമേ ഭയത്തോട് വേദനയോടായിരിക്കുന്ന അനേകരുണ്ട് കർത്താവേ. ദൈവമേ അതുപോലെ പലവിധമായ വിഷയങ്ങളാലും ഭാരത്താലും ദൈവമേ ആയിരിക്കുന്ന പ്രിയമക്കൾ ദൈവസനയിലേക്ക് കർത്താവേ ഈ ദേവാലയത്തിൻ്റെ മനോഹരിതയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുവാൻ ദൈവം പ്രിയമക്കൾക്ക് കൃപ നൽകി സ്തുതിക്കുന്നപ്പ. ഇതുവരെയും ദൈവം ഞങ്ങളെ ഈ ദേവാലയത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി സഹായിച്ചു. ഇനിയും ഞങ്ങൾക്ക് സമ്പത്ത് ആവശ്യമാണ് നാഥ. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ദൈവമേ ഓരോ പുതുവഴികൾ ദൈവം തുറന്നു കൊടുക്കണം നാഥ. ഈ സ്ക്രീനിലൂടെ ഈ ദേവാലയത്തിനകത്തുമായിരിക്കുന്ന പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടെന്ന്, അത് APM ദേവാലയത്തിലൂടെ അത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പ്രിയമക്കളെ ദൈവം സജ്ജമാക്കണം നാഥ. ദൈവമേ അപ്രകാരം നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി സംഭാവന ചെയ്തവരെയും തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ കൊത്തളങ്ങളിലും അരമനകളിലും സ്വൈരതയും സമാധാനവും സന്തോഷവും നൽകുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം ദൈവമേ പ്രിയമക്കൾക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ എല്ലാവിധമായ നന്മകൾ, അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ദൈവം നൽകി സഹായിക്കണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മിഷണറി കാണിക്ക അർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെൽഫെയർ ഫണ്ടിനായി സംഭാവന ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഒരു കുറവും വരാതെ എൻ്റെ ദൈവമേ രണ്ടാമത്തെ ആഴ്ച ദൈവമേ നല്ല നിലയിൽ ദൈവമേ ആ വെൽഫെയർ ഫണ്ടിൻ്റെ വിതരണം നടത്തുവാൻ ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഇതുവരെയും ദൈവം കൃപ നൽകുന്നതിന് സ്തുതിക്കുന്നപ്പ. അതിനുവേണ്ടി ദൈവമേ സ്പോൺസറായി പ്രവർത്തിക്കുന്ന പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവാരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് അപ്രകാരം സംഭാവന ചെയ്യുവാൻ ഒരുപാട് വിഭവങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്, സമ്പത്ത് വേണം. അതിനുള്ള മുഖാന്തരങ്ങളൊക്കെ ദൈവം ഒരുക്കി നൽകണമേ. അതിനുവേണ്ടി സഹായിച്ചവരെയും തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മാസവരി സ്തോത്രം, ജന്മനാൾ സ്തോത്രം, അങ്ങനെ എല്ലാവിധമായ വഴിപാടുകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വർഷകാലം ദൈവം കടല കൃഷ്ണമണി പോലെ ദൈവം പ്രിയമക്കളെ കാത്തത് നാഥാം. നന്ദി അർപ്പിച്ചുകൊണ്ട് ജന്മനാൾ സ്തോത്ര കാണിക്ക് അർപ്പിച്ചവരെയും തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവകൃപ ധാരാളമായി പകരണം. പ്രത്യേകിച്ച് രാഖിഭവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്ന പ്രിയമകന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവമേ സ്തോത്ര കാണിക്ക് അർപ്പിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം പ്രിയ കുടുംബത്തിന് ദൈവം കൊടുത്ത കൃപയ്ക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വളരെയധികം വേദനയോട്, ഭാരത്തോട്, പ്രയാസത്തോട് കർത്താവ് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ കർത്താവ് അവരുടെ ഉദ്ദേശത്തോടു കൂടി ദൈവസന്നിധി നേർച്ചകൾ ഈ വഴിപാടുകൾ അർപ്പിച്ചിരിക്കുന്ന ദൈവം കാണുന്നല്ലോ നാഥ. ഈ വഴിപാടുമേൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പാർന്ന് അനുഗ്രഹിക്കണം. ഇത് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവമേ ഇടവകയിൽ ആപാലവൃത്തം ജനങ്ങൾക്കും ഈ താലത്തിൽ സ്പർശിച്ച എല്ലാ പ്രിയമക്കളെയും അല്ലാതെ സഹായിച്ച എല്ലാവരുടെ മേലും ദൈവാത്മാവ് കൂടുതലായി പകർന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. പരസ്യമായി അറിയിക്കേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങൾ. ഈ ആഴ്ചയിൽ ജന്മനാൾ ആഘോഷിക്കുന്നവർ സർവശ്രീ ശ്രീരാജ് ശ്രീഭവൻ, ജെ ഷൈനി ജോൺസ് മുനില, ജെറോം EJ കോട്ടേജ്, അനിത സീനായ് പാലസ്, സ്മിത മഹിമ നിവാസ്, അശ്വതി ഭവൻ, അബിൻ സീനായ്, SV അനഘ നികുഞ്ചം, നമിത സിറ്റാടൽ, നന്ദന സിറ്റാടൽ. വിവാഹ വാർഷികം ശ്രീ അനിൽകുമാർ, ശ്രീമതി ഷീജ, അശ്വതി ഭവൻ. ഈ പ്രിയപ്പെട്ടവർക്കുള്ള ജന്മദിന ആശംസകളും വിവാഹ വാർഷിക ആശംസകളും APM CSI സഭയ്ക്ക് വേണ്ടി അറിയിക്കട്ടെ. ഇന്ന് മാസവരി സ്തോത്രാർപ്പണ ദിവസമാണ്. ഞങ്ങളെല്ലാവരും അതിൽ സന്തോഷത്തോടെ പങ്കെടുക്കുന്നതെന്ന് അറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. മിഷണറി കളക്ഷൻ അടുത്ത ഞായറാഴ്ചയായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയുടെ അതിൽ സഹകരിക്കുക. ഇന്ന് ആരാധനയ്ക്ക് ശേഷം സംഘടനകളുടെ കമ്മിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. കമ്മിറ്റി നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് അറിയിക്കുന്നു. പെൻഷൻ ഈ മാസത്തേതും ഇന്ന് വിതരണം ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അറിയിക്കുന്നതിന് സഹായകമായി ഫ്രണ്ട് ഓഫീസിൽ ഒരു ഡയറി സൂക്ഷിച്ചിട്ടുണ്ട്. അതാത് ദിവസങ്ങളിൽ അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിവസങ്ങൾ അതേ പേജിൽ തന്നെ എഴുതാനായിട്ട് നിങ്ങൾ ഓർക്കുക. ആ ഡയറി ഏതെങ്കിലും പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൺസൾട്ട് ചെയ്തതിന് ശേഷം എഴുതണം. ദയവായി അത് ഓർക്കുക. കൂടാതെ ഭവനങ്ങളിൽ പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് ആരാധനകൾക്കും എല്ലാ നന്മകളും ദൈവം നൽകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ സ്തോത്രം അർപ്പിച്ച് അനേകർ ഭവനങ്ങളിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഭവന സന്ദർശന വേളയിൽ മനസ്സിലാക്കുകയുണ്ടായി. നിങ്ങൾക്ക് പ്രാർത്ഥനാ ആവശ്യങ്ങൾക്ക് എപ്പോഴും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ദയവായി അറിയിക്കാൻ നമ്പർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. 944 675 1008 ഇതാണ് മൊബൈൽ നമ്പർ. ദയവായി നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാം. മറ്റ് ആവശ്യങ്ങളോ സഭാ സെക്രട്ടറിയെയോ നിങ്ങളുടെ വാർഡ് ഡീക്കന്മാരെയോ ബന്ധപ്പെടാവുന്നതാണ്. ദയവായി എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ സമയത്ത് 508 ഗീതം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടാം. അതിനുശേഷം സ്നേഹവും ബഹുമാനമുള്ള ശിക്ഷകർ നമ്മോട് ദൈവവചനം സംസാരിക്കും.
നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവന്റെ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടമായതിനാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അങ്ങയുടെ വചനങ്ങളെ സന്ദർഭോചിതമായി മനസ്സിലാക്കുവാനും ജീവിത സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാനും ഞങ്ങൾക്ക് പ്രാപ്തി നൽകുന്ന ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. ദൈവമേ, വൈദിക വിദ്യാഭ്യാസ ഞായറായി ദൈവജനത്തെ സജ്ജമാക്കൽ എന്ന വിഷയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും തിരുവചനങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുവാനും അത് ഞങ്ങളുടെ മക്കളിൽ മുദ്രയായി ഉറപ്പിക്കുവാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അങ്ങനെ അവർ അങ്ങയുടെ വചനം കേട്ടും പ്രമാണിച്ചുകൊണ്ട് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആയിത്തീരുമല്ലോ. വചനം പറയുന്ന അടിയങ്ങളെയും കേൾവിക്കാരെയും അവിടുത്തെ ആത്മാവിനാൽ നടത്തണമേ എന്ന് അടിയങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. വചനത്തിൻ്റെ ദിവ്യശോഭയിൽ ജീവിതത്തിൽ സംഭവിച്ച ഇരുൾ നിറഞ്ഞ അധ്യായങ്ങളെ ഞങ്ങൾക്ക് കാണുവാനും തുടർന്നും ജീവിതം പ്രകാശപൂരിതമാക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായി വൈദിക വിദ്യാഭ്യാസ ഞായറായി ആചരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവജനത്തെ സജ്ജമാക്കാം. ഇക്വിപ്പിംഗ് ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുക്കുക, സജ്ജീകരിക്കുക, സന്നദ്ധരാക്കുക, സജ്ജരാക്കുക എന്നൊക്കെ അർത്ഥവ്യാപ്തിയുണ്ട്. സഭാ ശുശ്രൂഷകരെയും അവരെ പഠിപ്പിക്കുന്ന സെമിനാരികളെയും തിയോളജിക്കൽ കോളേജുകളെയും ഓർക്കുകയും അവരുടെ ശുശ്രൂഷകളെ സഹായിക്കുകയും അവർക്ക് കൈതാങ്ങുകയും ചെയ്യുന്ന വേർതിരിക്കപ്പെട്ട ഒരു ദിവസമാണ് വൈദിക വിദ്യാഭ്യാസ ഞായർ. കഴിഞ്ഞ വർഷം കണ്ണമൂല വൈദിക സെമിനാരിയിൽ നിന്നും പ്രതിനിധികൾ നമ്മുടെ ദേവാലയത്തിൽ വരികയും അവർ ആരാധനയുടെ ഭാഗമായി തീരുകയും നമ്മുടെ ഡോർ കളക്ഷനൊക്കെ സ്വീകരിച്ച് സന്തോഷത്തോടെ അവർക്ക് പോകുവാനും കഴിഞ്ഞു. ദൈവത്തെയും ദൈവവചനത്തെയും കൃത്വത്തെയും പ്രപഞ്ചത്തോടും എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യരോടും ദൈവത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. തിയോളജി ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതിബിംബമാണ്. കണ്ണാടിയിലൂടെ നമ്മൾ പ്രതിബിംബമായി കാണുന്നതാണ് തിയോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. 15-ാം നൂറ്റാണ്ട് വരെ സാധാരണ വിശ്വാസികൾക്ക് വേദപുസ്തകം ഉപയോഗിക്കുന്നതിനോ പഠിക്കുന്നതിനോ അവകാശമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ മാർട്ടിൻ ലൂതറിൻ്റെയും കാൽവിൻ്റെയും നവീകരണ പ്രസ്ഥാനത്തിന് ശേഷമാണ് വേദപുസ്തകം സാധാരണ ജനങ്ങളുടെ കൈകളിൽ എത്തുന്നത്. എങ്കിലും സഭാപിതാക്കന്മാർ പഠിപ്പിച്ചതും സഭ പാരമ്പര്യമായി പഠിപ്പിച്ചതുമായ വ്യാഖ്യാന രീതികളാണ് 19-ാം നൂറ്റാണ്ട് വരെയും നിലനിന്നു പോയത്.
എന്നാൽ 20-ാം നൂറ്റാണ്ടോടുകൂടി വേദപുസ്തക പഠനത്തിന് വലിയ മാറ്റം സംഭവിച്ചതായി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമൂലമായ ട്രമൻഡസ്ലി ചേഞ്ചസ്, വമ്പിച്ച തരത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലിറ്റററി, ടെക്സ്ച്വൽ, ഫോം, ഹിസ്റ്റോറിക്കൽ, റിഡാക്ഷൻ, അതുപോലെ റിക്ടാറിക്കൽ, കനാനിക്കൽ, സോഷ്യോളജിക്കൽ, റീഡേഴ്സ് റെസ്പോൺസ്, പോസ്റ്റ് മോഡേൺ, പോസ്റ്റ് കൊളോണിയൽ തുടങ്ങിയ നീതിശാസ്ത്രങ്ങൾ, അതായത് മെത്തഡോളജികൾ രൂപം കൊണ്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മെത്തഡോളജികൾ ബൈബിൾ എക്സിജസിന് വേണ്ടി, അല്ലെങ്കിൽ ബൈബിളിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി വളരെയധികം സ്വാധീനം ചെലുത്തിയതായി, അതായത് ബൈബിളിൻ്റെ വളർച്ചയ്ക്ക് ഈ രീതിശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ മെത്തഡോളജികൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിഞ്ഞുവെന്ന് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ശുശ്രൂഷകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ വൈദിക ശുശ്രൂഷയ്ക്കായി പൂർണ്ണമായ സമർപ്പണവും ആഴമേറിയ വിശ്വാസവും ജീവിത വിശുദ്ധിയും പഠിക്കുവാനും പ്രബോധിപ്പിക്കുവാനുമുള്ള കഴിവും ആവശ്യമാണ്. ദൈവജനത്തെ സജ്ജമാക്കുവാൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് ചേരുവാനുള്ള പ്രതിഷ്ഠയും ദർശനവും കൂടിയേ തീരും. ഞാനിത് പറഞ്ഞു വന്നത്, എന്നെപ്പോലെയുള്ള ഒരാള് ഈ രംഗത്ത് നിൽക്കണമെങ്കിൽ ദൈവം വിളിച്ചിട്ടല്ലാതെ നിൽക്കാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവജനത്തെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിലൂടെ സജ്ജമാക്കുന്നതിന് വേണ്ടി ഇന്നത്തെ പാഠഭാഗങ്ങളിലൂടെ മൗലികമായി നാം അറിഞ്ഞിരിക്കേണ്ട 3 ചിന്തകൾ മാത്രം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്നും പ്രാർത്ഥനയോടുകൂടി, അച്ഛൻ്റെ ആശീർവാദത്തോടുകൂടി ഈ സർവീസ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പഴയ നിയമ വേദഭാഗത്തിലൂടെ ദൈവജനത്തെ ദൈവവചനത്തിൽ സജ്ജരാക്കുക, ഇക്വിപ്പിംഗ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ 2ാം പാഠഭാഗമായ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെ വായിക്കുമ്പോൾ ദൈവജനത്തെ ഐക്യത്തിൽ സജ്ജരാക്കുക, ഇക്വിപ്പിംഗ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ഇൻ യൂണിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ ഇന്നത്തെ നമ്മുടെ സുവിശേഷ വേദഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവജനത്തെ സുവിശേഷീകരണത്തിൽ സജ്ജരാക്കുക, അതായത് ഇക്വിപ്പിംഗ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ഇൻ ഇവാഞ്ചലൈസേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ 3 ചിന്തകളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെ നമ്മൾ വായിക്കുമ്പോൾ സമ്പൽ സമൃദ്ധിയുടെയും എല്ലാവിധമായ അനുഗ്രഹത്തിന്റെയും നാടായ വാഗ്ദത്ത നാടായ കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മോശയിലൂടെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നൽകുന്ന സ്നേഹത്തിന്റെ സമ്മർദ്ദ സൂചകങ്ങളായ വചനമാണ് നമ്മൾക്ക് ഇന്ന് പാഠഭാഗമായി വായിച്ചു കേൾക്കുവാനിടയായത്. ബഹുമാനപ്പെട്ട നമ്മുടെ സഭാധ്യക്ഷൻ വളരെ വ്യക്തതയോടുകൂടി ഈ 4 ഭാഗങ്ങളും ലീഡ് ചെയ്തതായി നമ്മൾ മനസ്സിലായല്ലോ. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമ്മൾ നോക്കുമ്പോൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീട്ടിന്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വീണ്ടെടുപ്പുകാരനും
വിമോചകനുമായ ദൈവവുമായി ധർമ്മം കൊണ്ടും കർമ്മം കൊണ്ടും കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത്. അപ്പൊ ദൈവവചനത്തെ കാലാനുഗതമായ വ്യാഖ്യാനിച്ച് അതിന്റെ ആവശ്യപ്പെടലുകൾക്കനുസരിച്ച് ഇടപെടലുകൾ നടത്തുന്ന ദൈവത്തെയാണ് നമുക്ക് ഈ വചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്നിന്റെ ആവശ്യവും അത് തന്നെയാണ്. ജനത്തിന്റെ ആവശ്യങ്ങളിൽ ഇടപെടുവാനും ഇടയനില്ലാതെ ജനം വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ അവരുടെ ഭാരങ്ങളും വേദനകളും പരസ്പരം ഷെയർ ചെയ്യുവാനും അവരോടൊപ്പം ആയിരിക്കാനുമാണ് ദൈവം എന്നെ പോലെയുള്ള ശുശ്രൂഷകന്മാരെ അയച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവിക ഇടപെടലുകൾ അനുഭവിച്ച മഹാന്മാരായ വ്യക്തികളെ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, യോശുവ, യെശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ മഹാന്മാരെ നമുക്ക് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. മോശ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 13 വരെയൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ മായാത്ത വചനം നമ്മുടെ ഉള്ളിൽ ഉള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് നീ പറയണമെന്ന് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞ് നമുക്കറിയാം. ഇസ്രായേൽ ജനത്തെ ധൈര്യപ്പെടുത്തി നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രയാസങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ ജനത്തെ ധൈര്യപ്പെടുത്തുവാനും അവരെ സുവിശേഷ രംഗത്ത് സജ്ജമാക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് ദൈവം ഓരോ വൈദികർക്കും ദൈവം നൽകിയിരിക്കുന്നത്. ഈ വിളിയും തെരഞ്ഞെടുപ്പും ഏറ്റുകൊണ്ട് വിശുദ്ധിയോടുകൂടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ പോലെയുള്ളവർ തയ്യാറാകണമെന്ന് വ്യക്തമായി ദൈവശബ്ദം എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുകയാണ്. അപ്പൊ ആത്മീയ വളർച്ചയുടെ ഉന്നത തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്നതാകണം ഒരു വൈദികന്റെ വചന പ്രഘോഷണം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മീയ വളർച്ചയുടെ ഉന്നത തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്നതാകണം നമ്മുടെ വചന പഠനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 പത്രോസ് 2:2 പറയുന്നത് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വചനം വായിക്കുമ്പോൾ ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാൾ വരുവാനുള്ള ലോകത്തിലെ നിക്ഷേപമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് നാം ദൈവജനത്തെ സജ്ജമാക്കേണ്ടത്. ശരിയായ വചന പഠനം മനുഷ്യനെ ബുദ്ധിയുള്ളവനാക്കി മാറ്റുന്നുവെന്ന് ഇന്ന് വായിച്ചു കേട്ട 119-ാം സങ്കീർത്തനത്തിന്റെ 98-ാം വാക്യത്തിലൂടെയും അത് എന്നെയും നിങ്ങളെയും വിവേകമുള്ളവനാക്കി മാറ്റുന്നുവെന്ന് അതിന്റെ 104-ാമത്തെ വാക്യത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. മഹാനായ വില്യം എ വാർഡ് എന്ന് പറയുന്ന ഒരു തിയോളജിയൻ പറഞ്ഞത് ഇങ്ങനെയാണ്: വേദപുസ്തകം സ്വന്തമായതുകൊണ്ട് മാത്രമായില്ല, വേദപുസ്തകം എനിക്കും നിങ്ങൾക്കും സ്വന്തമായി നമ്മൾ മാറോട് അടച്ചു വെച്ചത് കാര്യമില്ല. അത് വായിക്കണം. എന്നാൽ വായിച്ചത് കൊണ്ട് മാത്രമായില്ല, അതിലൂടെ ദൈവശബ്ദം ഞാനും നിങ്ങളും കേൾക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ടുമായില്ല, വായിച്ചത് ഗ്രഹിച്ചതും വിശ്വസിക്കുകയും ജീവിതത്തിൽ അതിനെ പകർത്തുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വായിച്ചതും ഗ്രഹിച്ചതും വിശ്വസിക്കുകയും ജീവിതത്തിൽ പടുത്തുയർത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ ദൈവജനത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സജ്ജമാക്കുന്ന ശുശ്രൂഷയാണ് ഒരു വൈദികനെ ദൈവം ഈ ലോകത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവജനത്തെ വചനത്തിൽ സജ്ജമാക്കാൻ കഴിയണം. വചനം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, രണ്ടാമതായി നിങ്ങളുടെ ചിന്തയെ ഞാൻ ആകർഷിക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള തിരുവെഴുത്തുകളെയാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അന്യചിന്തകളാൽ ചിതറിപ്പോയ എഫെസോസിലെ ദൈവജനത്തെ പൗലൂസ് ഐക്യമെന്ന ആത്മീയ ഔന്നത്യത്തിലേക്ക് നയിക്കുന്നതാണ് ഈ 2-ാം പാഠഭാഗം എന്ന് പറയുന്ന എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള തിരുവെഴുത്തുകൾ. അപ്പൊ ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു ലക്ഷ്യം ദൈവജനത്തെ ഐക്യബന്ധത്തിൽ നിലനിർത്തുക. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ ഐക്യത്തോട് സന്തോഷത്തോടു കൂടി അവരെ നടത്തുവാനാണ് ദൈവം നമ്മെ ഈ ലോകത്താക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒറ്റതിരിഞ്ഞുള്ള വളർച്ച എന്ന് പറയുന്നത്
ഒരിക്കലും വികസനമാകുകയില്ല. ഒരു കുടുംബത്തിലായാലും സഭയിലായാലും എവിടെയായാലും ഒറ്റതിരിഞ്ഞുള്ള വളർച്ച ഒരിക്കലും ഒരു വികസനമല്ല. ആയതിനാൽ നമ്മളുള്ളവരെല്ലാവരും ഒരുമയോടും ഐക്യത്തോടും കൂടി നമ്മളായിരിക്കുമ്പോഴാണ് നമ്മുടെ സഭ വളരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ സഭാധ്യക്ഷൻ ആദ്യ ദിവസം തന്നെ പ്രസംഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു, ഈ സഭ വളരണമെങ്കിൽ ഈ സഭയിലെ എല്ലാ ജനങ്ങളും ഒരുമയോടും ഐക്യത്തോടും നിലനിൽക്കണം. ഞാൻ നിൽക്കുന്നത് പോലെ എൻ്റെ സഹശുശ്രൂഷകൻ എന്നോടൊപ്പം നിൽക്കണം. അതുപോലെ ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും കപ്യാൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി വരെ ഒരുമയോടും ഐക്യത്തോടും നിലനിൽക്കണമെന്ന് അദ്ദേഹം ആമുഖമായി പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഐക്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തി ജീവിതമായാലും നമ്മുടെ കുടുംബ ജീവിതമായാലും നമ്മുടെ സാമൂഹ്യ ജീവിതമായാലും അത് വളർച്ചയിലേക്കും വികസനത്തിലേക്കും എത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് വായിച്ചു കേട്ട വചനത്തിലൊക്കെ ശക്തമായി ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിലും ഒതുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ടും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതില് ഒരു നല്ലൊരു പദം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഉദവി എന്ന പദം പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ പദം എന്നെ വളരെയധികം ആകർഷിച്ചു. അപ്പൊ ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെയും അതാത് വ്യാപാരത്തിന് തക്കവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിനുമുള്ള വർധനയ്ക്കായി അവനിൽ നിന്നും വളർച്ച പ്രാപിക്കുന്നു. ഉദവി നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നവരായി, ഉദവി ചെയ്യുന്നവരായി ഞാനും നിങ്ങളും മാറണം. ഐക്യമുള്ളവരായി, സന്തോഷമുള്ളവരായി നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മൾ മാറണം. അപ്പൊ പ്രപഞ്ചത്തിലെ സകല ജീവൽ പ്രവണതകളെയും ഒന്നാക്കി മാറ്റുന്നതാകണം നമ്മുടെ ശുശ്രൂഷ. അതാണ് പറയുന്നത് ഇൻക്ലൂസീവ് കോർപ്പറേറ്റീവ് നൗൺ എന്ന് നമുക്ക് പറയാം. അപ്പൊ എല്ലാ ജനത്തെയും ഒന്നാക്കി മാറ്റുന്ന ശുശ്രൂഷയായിരിക്കണം നമ്മുടെ ശുശ്രൂഷ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നതും അപ്രകാരം തന്നെയാണ്. 1 തീമോഥെയോസ് 4-ാം അധ്യായം 6 മുതൽ 16 വരെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. അപ്പൊ ഞാനും നിങ്ങളും നമ്മുടെ പ്രവർത്തികളിൽ മാതൃകയുള്ളവരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15-19 പറയുന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരും എന്താണ് അരിഷ്ടരത്രേ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വരുവാനുള്ള ലോകത്തിന് വേണ്ടി, വരുവാനുള്ള ആ നല്ല ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ജനത്തെ സജ്ജമാക്കുവാനാണ് പുരോഹിതന്മാരെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ 2ാം വരവിന് വേണ്ടി സഭയെ സജ്ജമാക്കണം, ജനത്തെ സജ്ജമാക്കണം. അതാണ് ആമുഖമായി ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർ 15-19 പറയുന്നത്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടരത്രേ. അതുകൊണ്ട് വിശ്വസ്തയോടുകൂടി കർത്താവിന്റെ 2ാം വരവിന് വേണ്ടി സഭയെ സജ്ജമാക്കുന്ന ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. യിരെമ്യാ പ്രവാചക പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ൽ പറയുന്നതും ഇങ്ങനെയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല. അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയുള്ളതാണ്? ചുണ്ടനക്കണം. ചുണ്ടനയ്ക്ക് ദൈവസ്ഥനെ നമുക്ക് പറയാം, അത് തിന്മയ്ക്കല്ല. അതെന്തിനു വേണ്ടിയുള്ളതാണ്? നന്മയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. അപ്പൊ നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട് നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ. അതുകൊണ്ട് അന്യചിന്തകളിൽ ചിതറിപ്പോയ എഫെസോസ് സഭയെ പൗലോസ് അപ്പോസ്തലൻ ശക്തിപ്പെടുത്തിയതുപോലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ അന്യചിന്തയിൽ നിന്ന് മാറി ഒരു ജനമായി ഐക്യത്തോട് സന്തോഷത്തോടു കൂടി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നമുക്ക് ചെയ്യാമോ? അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. 3-ാമതായി നിങ്ങളുടെ ചിന്തയെ ഞാൻ ആകർഷിക്കുന്നത്, ദൈവജനത്തെ സുവിശേഷീകരണത്തിൽ സജ്ജരാക്കുക. equipping the people of God in evangelization. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. ആകയാൽ
എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. പ്രിയമുള്ളവരെ, എത്ര അർത്ഥവ്യാപ്തിയുള്ള ഒരു തിരുവെഴുത്താണ് നമുക്ക് ഇതിലൂടെ നമുക്ക് വായിച്ചു കേൾക്കാനിടയായത്. അപ്പൊ നമ്മുടെ ജീവിതങ്ങളിൽ ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേൾക്കുവാനും ചെയ്യുവാനും എനിക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടാകണം. ഹിയറിംഗ് ആൻഡ് ഡൂയിങ് എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ സെമിനാരി പഠനത്തിലൊക്കെ പഠിക്കുമ്പോൾ ആ വേളകളിലൊക്കെ പ്രൊഫസേഴ്സൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഡൂയിങ് തിയോളജി, ഇന്ന് നമ്മൾ ചെയ്യുന്ന തിയോളജി ജനത്തോടൊപ്പം മിങ്കിൾ ചെയ്ത് അവരോടൊപ്പം ഭാരങ്ങളിലും വേദനകളിലും അവരോടൊപ്പം ആയിരിക്കുന്ന തിയോളജിയാണ് ഇന്നുകളിൽ നമുക്ക് ആവശ്യം. അപ്പൊ ഇന്ന് ജനത്തിന്റെ കഷ്ടതകളിലും ഭാരങ്ങളിലും അവരോടൊപ്പം ആയിരിക്കുന്ന ഒരു അനുഭവം. അതാണ് പാറമേൽ പണിത വീടും മണലിന്മേൽ പണിത വീടിനെയും കുറിച്ച് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വ്യക്തതയോടുകൂടി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പാറമേൽ വീട് പണിതവൻ, എൻ്റെ വചനം കേട്ടു ചെയ്യുന്നവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവനെ ബുദ്ധിമാൻ എന്ന പദത്തിലേക്ക് ആ വ്യക്തിയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ പാറമേൽ വീട് പണിതവൻ, എൻ്റെ വചനം കേട്ടു ചെയ്യുന്നവൻ. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നു മണലിന്മേൽ വീട് പണിതവൻ. അവൻ ആരായിരിക്കും? വചനം കേട്ട് ചെയ്യാത്തവൻ. എത്ര വചനം കേട്ടാലും എത്ര സുവിശേഷം കേട്ടാലും ചെയ്യാത്തവരെയാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. അവർ ബുദ്ധിയില്ലാത്തവരാണ്. അപ്പൊ തിരുവചന അടിസ്ഥാനത്തിൽ ജീവിത സൗധം കെട്ടി ഉയർത്തുന്നവരായി ഞാനും നിങ്ങളും മാറേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ സാക്ഷ്യമുള്ള ജീവിതം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. ഇന്ന് ആദ്യത്തെ സർവീസിലെ ആമുഖമായ വാക്യത്തിലൊക്കെ ഞാൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശുശ്രൂഷ, ദൗത്യ നിർവഹണം, സാക്ഷ്യം, ഇത് മൂന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. സുവിശേഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട നമ്മളെല്ലാവരും തിരുസ്നാനത്തിലൂടെ സ്ഥിരീകരണത്തിലൂടെ നമ്മളെല്ലാവരും സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളാണ്. എല്ലാവരും ദൈവജനത്തെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നു. ഗായക സംഘത്തെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. വളരെ ഭാരത്തോട് വേദനയോടുകൂടി ഞങ്ങളുടെ മുന്നിൽ വരുന്ന ജനത്തോടൊപ്പം നമ്മൾ നല്ല അനുഗ്രഹീതമായ പാട്ടുകൾ പാടുമ്പോൾ അവിടെ ഹൃദയവും അവിടെ മനസ്സും നമ്മളോടൊപ്പം താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി നമുക്ക് ആ ശുശ്രൂഷയിൽ നമുക്ക് ഭാഗമായി തീരുവാൻ കഴിയും. ദൈവം എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. സുവിശേഷം എന്ന് പറയുന്നത് ലോകം മുഴുവനും അറിയിക്കുവാനുള്ളതാണ്. ഈ ലോകം മുഴുവനും നമ്മൾ സുവിശേഷവാഹകരായി നാം മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മദർ തെരേസ പറഞ്ഞതുപോലെ ബൈബിൾ എൻ്റെ വഴികാട്ടിയാണ്. അതിലെ സങ്കീർത്തനങ്ങൾ എന്നെ ദൈവത്തോടു കൂടെ നടക്കുവാൻ പഠിപ്പിക്കുന്നു. അതിലെ സദൃശവാക്യങ്ങൾ എന്നെ മനുഷ്യരെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും പഠിപ്പിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ സാക്ഷ്യമുള്ള ജീവിതങ്ങളായി നമ്മുടെ ജീവിതം മാറണം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ പ്രകൃതിയുടെ പ്രതികൂലം ഒരേ സമയം ഉണ്ടായപ്പോഴും പാറമേൽ പണിത വീട് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ഈ പ്രതികൂലം ഒരേ സമയമായിരിക്കാം ഉണ്ടാകുന്നത്. ഈ കൊറോണ വൈറസ് ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നമ്മളായിരിക്കുമ്പോൾ പാറമേൽ പണിത വീട് പോലെ ആയിരിക്കണം. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കൈതാങ്ങുന്നവരായി നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവാകുന്ന പാറയിൽ അണിയപ്പെടുന്ന മന്ദിരമാകുന്ന സഭയായി നമ്മൾ മാറണം. അങ്ങനെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുവാൻ കഴിയയില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു പാതാള ശക്തികൾക്കും അല്ലെങ്കിൽ പാതാള ഗോപുരങ്ങൾക്കും നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല. അപ്പൊ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് യേശു ക്രിസ്തുവിന്റെ സന്ദേശം കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. കേൾക്കുവാനും പ്രഘോഷിക്കുവാനും എനിക്ക് നിങ്ങൾക്കും കഴിയണം. പ്രഘോഷണം നടത്തണമെങ്കിൽ നല്ല നിലയിൽ വൈദിക സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് നല്ല ശുശ്രൂഷകന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാകണം. സഭകൾക്ക് നേതൃത്വം വഹിക്കണം. അതിനുവേണ്ടി പ്രഘോഷണം കേൾക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും സുവിശേഷത്തിന് വേണ്ടി കൈതാങ്ങണം. ഈ പ്രഘോഷത്തിന്റെ ചുമതല എനിക്കും നിങ്ങൾക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഭൂലോകം മുഴുവനും സുവിശേഷം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദേവാലയവും സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി 2 മിഷണറിമാരെ സ്പോൺസർ ചെയ്ത ഒരു ദേവാലയമാണ് APM നെടുമങ്ങാട് ദേവാലയം. ഒരു മിഷണറി ദർശനമുള്ള ഒരു ദേവാലയമാണ് നമ്മുടെ ദേവാലയം.
ഛത്തീസ്ഗഡിൽ നമുക്ക് വസ്തു വാങ്ങുവാനും അവിടുത്തെ ശുശ്രൂഷയെ വിപുലപ്പെടുത്തുവാനും നിങ്ങളും ഞാനും കൈതാങ്ങുന്ന അനുഭവം നമുക്ക് ഓർക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സുവിശേഷം ലോകമെമ്പാടും നമുക്ക് അറിയിക്കാം. സുവിശേഷത്തിന് വേണ്ടി ബഹുദൂരം നമുക്കിനിയും പോകേണ്ടി വരും. പ്രിയമുള്ളവരെ, ഞാനിതൊക്കെ പറഞ്ഞുവെങ്കിലും ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നമുക്ക് മുന്നേറാം. അതിന് നമ്മൾ സാക്ഷികളായി നമ്മൾ മാറണം. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് മോണിക്ക എന്ന മാതാവിനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. റോമ പടയാളികൾ തൻ്റെ 7 മക്കളെയും എരുതിയിൽ ഇട്ട് വറുത്ത ശേഷം ഇനിയെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉപേക്ഷിച്ചുകൂടെ എന്ന് മോണിക്കയോട് പടയാളികൾ ചോദിക്കുന്ന രംഗമുണ്ട്. പ്രിയമുള്ളവരെ, ആ ചോദിക്കുന്ന അനുഭവത്തിലും അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ക്രിസ്തുവിന് നൽകുവാൻ 8ാമത് ഒരു മകനില്ലാതെ പോയതിനെ പറ്റി ഞാൻ ഖേദിക്കുന്നു. പ്രിയമുള്ളവരെ, എത്രത്തോളം നമുക്ക് വിശ്വാസമുണ്ട്? എൻ്റെ നിങ്ങളുടെ ഈ സാക്ഷി ജീവിതം ഇങ്ങനെയുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തണം. പാറ പോലെ ഉറച്ച വിശ്വാസം മോണിക്കയെ ലോക ചരിത്രത്തിൽ ശക്തമായ ഒരു സാക്ഷിയാക്കി മാറ്റി. ഇതേപോലെ മോണിക്ക മാത്രം പോരാ, ഞാനും നിങ്ങളും ഇതേപോലെ ശക്തമുള്ള സാക്ഷികളായി മാറണം. ദൈവം യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് നൽകിയ സദ്വർത്തമാനമാണ് സുവിശേഷം. മനുഷ്യരെ ഒന്നായി കാണുവാനും ഏവരിലും മനുഷ്യത്വം ദർശിക്കുവാനും നമുക്ക് കഴിയണം. ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഡിവോഷൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് എഴുന്നേൽക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. വചനത്തിൻ്റെ ദിവ്യശോഭയിൽ ജീവിതത്തിൽ സംഭവിച്ച ഇരുൾ നിറഞ്ഞ അധ്യായങ്ങളെ നമുക്ക് ഈ നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഇടവരട്ടുള്ള സഹോദരങ്ങളെ, വചനമാകുന്ന യേശു കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പാട്ടുകാരൻ പാടിയതുപോലെ, യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വാരുമെന്നാഥൻ ദേഹം ഭൂതാക്കിടാ, വേഗം വാരുമെന്നാഥൻ ദേഹം ഭൂതാക്കിടാ. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ച, ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാം ഞാൻ, ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാം ഞാൻ. യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകരുണയുള്ളവനുമായ പിതാവായ ദൈവമേ, വചനത്തിൻ്റെ ദിവ്യശോഭയിൽ ജീവിതത്തിൽ സംഭവിച്ച ഇരുൾ നിറഞ്ഞ അധ്യായങ്ങളെ ഒന്ന് കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിന് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനമാകുന്ന യേശു കർത്താവിൻ്റെ കരങ്ങളിൽ
ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കായിരിക്കാൻ ദൈവം കൃപ നൽകണം നാഥ. ദൈവമേ, വൈദിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ വൈദിക പഠനം പൂർത്തീകരിക്കുവാൻ കഴിയാതെ കൊറോണ വൈറസിനാൽ സെനറ്റ് ഓഫ് സറാംപൂരിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയാത്ത ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. വൈദിക പഠനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ദക്ഷിണ കേരള മഹാടവിയിലെ എല്ലാ പ്രിയ മക്കളെയും ദൈവാരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്നു. എല്ലാ വൈദിക സ്ഥാപനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ട ദൈവശബ്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വൈദികൻ എങ്ങനെയായിരിക്കണമെന്ന് 3 ചിന്തകൾ ഞങ്ങളെ ഭരിച്ചല്ലോ നാഥ. ദൈവജനത്തെ ദൈവവചനത്തിൽ സജ്ജമാക്കുവാനും ദൈവജനത്തെ ഐക്യതയിൽ സജ്ജമാക്കുവാനും ദൈവജനത്തെ സുവിശേഷത്തിൽ സജ്ജരാക്കുവാനും ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ അടിയങ്ങൾക്കും വന്ദനായ അച്ഛനും ഞങ്ങളുടെ ശുശ്രൂഷകൾ നടപടിയായി ഈ ദേവാലയത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം നാഥ. വചനം കേട്ട ഞങ്ങളെല്ലാവരെയും ഒരേപോലെ അനുഗ്രഹിക്കണം നാഥ. ദൈവമേ, പാറമേൽ പണിത വീട് പോലെ അടിസ്ഥാനമുള്ളവരായി ബുദ്ധിയോട് വിവേകത്തോടുകൂടി ഞങ്ങൾക്ക് ജീവിപ്പാൻ ഈ കാലഘട്ടത്തിനനുസൃതമായി ദൈവമേ, ഞങ്ങൾ ബുദ്ധിയുള്ള മക്കളായി ബുദ്ധിയുള്ള ആരാധനയായി ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കും നാഥ. ഈ ജനത്തോട് അങ്ങ് കൂടെ പോകണം നാഥ. അവരുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെല്ലാം മാറ്റണമേ. വചനം അയച്ച് സൗഖ്യപ്പെടുത്തി സന്തോഷത്തോട് സമാധാനത്തോടു കൂടി ദൈവഹിതമാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയിലായിരിക്കുവോളം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെല്ലാം ദൈവം കാക്കണം നാഥ. ഈ സ്ക്രീനിലൂടെ ആരെങ്കിലും ഭാരത്തോട് വേദനയോട് പ്രയാസത്തോടു കൂടി ആയിരിക്കുന്നുവെങ്കിൽ അവരെയും അങ്ങ് തൃക്കൻ വാർത്ത അനുഗ്രഹിക്കണം നാഥ. ഈ വചന പ്രഘോഷത്തിലായിരുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ഞങ്ങൾ നിറച്ചേരുവാൻ സ്തുതിക്കുന്നു. തുടർന്നും അങ്ങയുടെ കൃപയും അങ്ങയുടെ അനുഗ്രഹവും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ എല്ലാവിധമായ കൃപാവരങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ ജനത്തെയും ഞങ്ങളെയും അങ്ങയുടെ വിശാലമായ ചിറയും കീഴിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് കാത്തുപരിപാലിച്ച് അനുഗ്രഹിക്കണമെന്ന് കർത്താവും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ട പോകുവൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എല്ലായ്പ്പോഴും നന്മ ചെയ്യുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. പരിശുദ്ധാത്മ ശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.